ഹലോ ധന്യസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്ന് പുട്ടിനും ചപ്പാത്തിക്കും ഉപ്പുമാവിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പോളം ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുപയർ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്കൊരു 6 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും കറി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ടൊന്ന് 1-2 തവണ കഴുകിയെടുക്കണം. ഞാനിവിടെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചെറുപയർ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെറുപയർ ചെറുതും വലുതും എല്ലാം ഉണ്ട്. അപ്പോൾ വളരെ വ്യത്യസ്തമായിരിക്കും ചെറുപയറിൻ്റെ വേഗ്. ഞാനിവിടെ എന്താണെങ്കിലും 1/2 കപ്പിന് ഒരു 3.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ അതിലുണ്ട്. നമുക്ക് കറിയാണ് ആവശ്യം, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഇതിൽ വേണം കേട്ടോ. അപ്പോൾ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ ഒട്ടും വേകാതെ ഇരുന്നിട്ടില്ല. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് കേട്ടോ. ഒട്ടും വേഗ് കുറഞ്ഞു പോകരുത്. കുറച്ചൊന്ന് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പരുവത്തിൽ കിട്ടുമ്പോൾ വളരെ നല്ലതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പച്ചക്കറികൾ വേണം. ഞാനിവിടെ ഒരു 5-8ഓളം ബീൻസ് എടുത്തിട്ടുണ്ട്. 2 തക്കാളി, ഒരു വലിയ സവാള, ഒരു ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ബീൻസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1 കപ്പ് തേങ്ങ നമുക്ക് അരച്ചെടുക്കുകയും വേണം. ഇത് ആദ്യം തന്നെ നമുക്ക് അരച്ചെടുക്കാം. 1 കപ്പോളം തന്നെ തേങ്ങയുണ്ട് കേട്ടോ. ഇതൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ. വളരെ തനി നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ 1/2 സ്പൂണോളം കടുകിട്ട് പൊട്ടി വരുമ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ഒരു 3 ഉണക്കമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള 1 സ്പൂണോളം ഇഞ്ചി ചതച്ചതാണ് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും ഉണക്കമുളകും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. നമ്മളതിൽ തേങ്ങ അരച്ച് ചേർക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. എരിവിനായിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. 1/2 സ്പൂണോളം തന്നെ മുളക് പൊടി, സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ സാധാരണ കറിയെല്ലാം വെക്കുന്ന പോലെ തന്നെയാണ്, എന്നാൽ ഈ ഒരു രീതിയിലുണ്ടാകുമ്പോൾ വളരെ രുചികരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ബീൻസും ക്യാരറ്റും ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ബാക്കി സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും അതെല്ലാം കൂടെ മാത്രമാണെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. രുചിക്കൊന്നും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 സ്പൂണോളം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പച്ചക്കറികളെല്ലാം തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തിട്ട് ഇതിൽ തന്നെ കിടന്നിട്ടാണ് കേട്ടോ ഇതിങ്ങനെ വെന്ത് വരേണ്ടത്. അത്യാവശ്യം വേഗമൊക്കെ ഈ ക്യാരറ്റിനും ബീൻസിനൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിനെ ഇതിൽ ഇട്ട് തന്നെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ ബീൻസിലൊക്കെ ഉള്ള വെള്ളം തന്നെ മതിയാവും ഇത് വെന്ത് വരാൻ. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇതാ 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതാ നമ്മുടെ ഈ പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ എങ്ങനെയാണോ ആവിയിൽ വേവിച്ചെടുക്കില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ബീൻസിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഇത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രേ വേണ്ടുള്ളൂ. ഇതിങ്ങനെ ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം എടുത്ത് കടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടുമില്ല, ആ ഒരു പരുവത്തിൽ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ചെറുപയറുണ്ടല്ലോ, ഈ ചെറുപയർ ഈ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരുമിച്ചിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റും മണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ കുറച്ചാണെങ്കിലും നമ്മൾ പച്ചക്കറികളെല്ലാം ഇട്ടതിന് ശേഷം ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ
നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയാണ് കേട്ടോ. 1 കപ്പ് തേങ്ങ തന്നെ ഉണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മളിതിൽ ഇറച്ചി മസാലയോ ജീരകമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഞാൻ പുട്ട് ചമ്പാവരി അരിപ്പൊടി വെച്ചിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്കവാറും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. മാത്രമല്ല ചെറുപയർ വളരെ കുറച്ചും പച്ചക്കറികൾ കുറച്ച് കൂടുതലും ഇടുമ്പോൾ ഇഷ്ടം പോലെ നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇനി ഈ പച്ചക്കറികളും ചെറുപയറും തേങ്ങയും ഇതെല്ലാം കിടന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ഇടയിലിടയിലൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി ഇതിനെ പ്രത്യേകിച്ച് ഇതിനൊന്നും വറുത്തിടുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണം കേട്ടോ. ഉപ്പ് ഓരോരുത്തർക്കും കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ഒരുപാട് ലൂസായി പോയിട്ടില്ല, എന്നാൽ ഒരുപാട് തിക്കായി പോയിട്ടില്ല. ഈ ഒരു രീതിയിലാണ് നമ്മുടെ കറി വേണ്ടത് കേട്ടോ. ഇത് നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയുള്ളൊരു നാടൻ കറിയാണ്. അപ്പോൾ അതാ നമ്മളിതുപോലെ വഴറ്റിയെടുത്തുകൊണ്ട് തന്നെ ബീൻസിൻ്റെ ക്യാരറ്റിൻ്റെ കളറൊന്നും മാറി വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയേ വേണ്ടുള്ളൂ. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് കറി സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാറിയപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ